5ാം ക്ലാസ്സിലെ പഴയ ടെസ്റ്റിലെ സസ്യലോകത്തെ അടുത്തറിയാം എന്ന 1ാം ചാപ്റ്ററും പുതിയ ടെസ്റ്റിലെ 1ാം ചാപ്റ്ററായ ഒറ്റയല്ല ഒരു ജീവിയും എന്നുള്ളവയിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്ഷനാണ് ഇത്. ഒന്നാമത്തെ ചോദ്യം, സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ ഡാഷാണ്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ ഡാഷാണ്. ഓപ്ഷൻ എ മത്സ്യങ്ങൾ, ബി പ്ലവകങ്ങൾ, സി പവിഴപ്പുറ്റുകൾ, ഡി ഇവയൊന്നുമല്ല. മത്സ്യങ്ങൾ, പ്ലവകങ്ങൾ, പവിഴപ്പുറ്റുകൾ ഇവയൊന്നുമല്ല. ഉത്തരവും പ്ലവകങ്ങളാണ്. പ്ലവകങ്ങൾ. അടുത്ത 2ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ ഏത്? താഴെ പറയുന്നവയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ ഏത്? എ കാവുകൾ, ബി മരുഭൂമികൾ, സി മഞ്ഞുമൂടിയ സ്ഥലങ്ങൾ, ഡി ഇവയെല്ലാം. എ കാവുകൾ, ബി മരുഭൂമികൾ, സി മഞ്ഞുമൂടിയ സ്ഥലങ്ങൾ, ഇവയെല്ലാം. ഇവയെല്ലാം ഉദാഹരണങ്ങളാണ്. ഓക്കെ. അടുത്തത് 3ാമത്തെ ചോദ്യം, ആഹാരം സ്വയം നിർമ്മിക്കുന്നവയെ ഡാഷ് എന്ന് പറയും. ആഹാരം സ്വയം നിർമ്മിക്കുന്നവയെ ഡാഷ് എന്ന് പറയും. സ്വപോഷികൾ, പരപോഷികൾ, സത്കൃതപോഷികൾ ഇവയെല്ലാം. സ്വപോഷികൾ, പരപോഷികൾ, സത്കൃതപോഷികൾ ഇവയെല്ലാം. സ്വപോഷികളാണ് കേട്ടോ ഉത്തരം. സത്കൃതപോഷികൾ എന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഓക്കെ. എനിവേ 4ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഹരിതകം പച്ച നിറമാണ്, കരോട്ടിൻ മഞ്ഞ, സാന്തോഫിൽ ഓറഞ്ച്, ആന്തോസയാനിൻ ചുമപ്പ്. ഇതിൽ ശരിയായിട്ടുള്ള ഏതെന്ന്? 1 ഹരിതകം പച്ച, 2 കരോട്ടിൻ മഞ്ഞ, 3 സാന്തോഫിൽ ഓറഞ്ച്, 4 ആന്തോസയാനിൻ ചുവപ്പ്. 1 ശരി, 2 മുതൽ 4 വരെ തെറ്റ്. ബി ഓപ്ഷൻ ബി 1 മുതൽ 4 വരെ ശരി. ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ ഡി 2ഉം 3ഉം മാത്രം തെറ്റ്. ഇതിനകത്ത് ശരിയായിട്ട് വരുന്ന ഉത്തരം 2 മുതൽ 2ഉം 3ഉം മാത്രം തെറ്റ് എന്നുള്ളതാണ്. കരോട്ടിൻ്റെ ശരിയായ നിറം മഞ്ഞ കലർന്ന ഓറഞ്ച്, യെല്ലോയിഷ് ഓറഞ്ചും. സാന്തോഫിലിൻ്റെ ശരിയായ നിറം മഞ്ഞയുമാണ്. ഓക്കെ. അടുത്തത് 5ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വാതകങ്ങളെ അന്തരീക്ഷ വായുവിൽ കൂടുതൽ നിന്ന് കുറവുള്ളവയിലേക്ക് വരുന്ന രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ആർഗൺ. ഓപ്ഷൻ ബി ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ആർഗൺ. ഓപ്ഷൻ സി നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. ഓപ്ഷൻ ഡി ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. ഇതിനകത്ത് നമുക്കൊരു പണ്ടത്തെ ഒരു കോഡുണ്ട്, നോ എ സി. എൻ വിച്ച് മീൻസ് എൻ എന്ന് പറയുന്നത് NOAC, നോ എ സി എന്നൊരു കോഡുണ്ട്. എൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ, O ഓക്സിജൻ, എ എന്ന് പറഞ്ഞാൽ ആർഗൺ, സി എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ്. അപ്പം നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ വരുന്ന സാധനം ഏതാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ആണ്. ഓക്കെ. അടുത്തത് 6ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ എ സസ്യങ്ങൾ പകൽ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുകയും കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങൾ പകൽ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുകയും കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ ബി സസ്യങ്ങൾ പകൽ സമയത്ത് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങൾ പകൽ സമയത്ത് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ സി രാത്രിയിൽ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. ഓക്കെ. ഇതിലേതാണ് ശരിയാണെന്ന് ഓർത്തേ. ഓക്കെ. ഇത്രയും സമയം മതി. ഉത്തരം ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. തെറ്റ്. കാരണം സസ്യങ്ങൾ പകൽ സമയത്ത് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. സസ്യങ്ങൾ എപ്പോഴും ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. പകൽ സമയത്ത് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ട് തന്നെ
ഓപ്ഷൻ ബി തെറ്റാണ്. അടുത്തത് 7ാമത്തെ ചോദ്യം. സസ്യങ്ങൾ ശ്വസിക്കാനായി ഇലകളിലും മറ്റുമുള്ള ചെറു സുഷിരങ്ങൾ. സസ്യങ്ങൾക്ക് ശ്വസിക്കാനായി ഇലകളിലും മറ്റുമുള്ള ചെറു സുഷിരങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. എ ആരോഹികൾ, ബി പ്രധാനങ്ങൾ, സി ആസ്യരന്ധ്രങ്ങൾ, ഡി ശ്വസന വേരുകൾ. ഏതാണ്? അതെ, ആസ്യരന്ധ്രങ്ങളാണ്. ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ ആണ്. അടുത്ത 8ാമത്തെ ചോദ്യം. നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവനയിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. എ വാസസ്ഥലത്തിനു വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയെ എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നു. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയെ എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ആതിഥേയ സസ്യത്തെ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്ന സസ്യങ്ങളെ പൊതുവായി പരാത സസ്യങ്ങൾ എന്ന് വിളിക്കാം. ആതിഥേയ സസ്യത്തെ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്ന സസ്യങ്ങളെ പൊതുവായി പരാത സസ്യങ്ങൾ എന്ന് വിളിക്കാം. സി എപ്പിഫൈറ്റുകൾക്ക് 2 തരം വേരുകളുണ്ട്. ഓപ്ഷൻ ഡി അർദ്ധപരാത സസ്യങ്ങൾ ഭാഗികമായും പൂർണ്ണപരാത സസ്യങ്ങൾ പൂർണ്ണമായും ചെടിക്ക് നാശമാണ്. അർദ്ധപരാത സസ്യങ്ങൾ ഭാഗികമായും പൂർണ്ണപരാതങ്ങൾ പൂർണ്ണമായും ചെടിക്ക് നാശമാണ്. ഇതിനകത്ത് ഏതാണ് ശരി? തെറ്റ്. ഉത്തരം ഏതാണ് തെറ്റ്? തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അർദ്ധപരാതമായാലും പൂർണ്ണപരാതമായാലും അവ രണ്ടും ചെടിക്ക് നാശമാണെന്നാണ് പുസ്തകത്തിലെ ഡയലോഗ്. അർദ്ധപരാതമായാലും പൂർണ്ണപരാതമായാലും അവ രണ്ടും ചെടിക്ക് നാശമാണ്. അർദ്ധപരാതം ഭാഗികമായെന്നോ പൂർണ്ണപരാതം പൂർണ്ണമായെന്നോ ഒരു ഡയലോഗ് പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവ ശപോപജയ ജീവികൾ അല്ലാത്തവ ഏത്? ശപോപജയ ജീവികൾ അല്ലാത്തത്. ഓപ്ഷൻ എ നിയോട്ടിയ, ഓപ്ഷൻ ബി മോണോട്രോപ്പ, ഓപ്ഷൻ സി പായലുകൾ, ഓപ്ഷൻ ഡി പൂപ്പലുകൾ. എ നിയോട്ടിയ, ബി മോണോട്രോപ്പ, ഓപ്ഷൻ സി പായലുകൾ, ഓപ്ഷൻ ഡി പൂപ്പലുകൾ. ഏതാണ്? ഇതിനകത്ത് പച്ചപ്പുള്ളത് ഏതാണ്? പായലുകളാണ്. പായലുകളിൽ പച്ചപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? പായലുകൾ ഹരിതകം കാണും. അപ്പം ശപോപജീവികൾ ഹരിതകം ഉള്ളവയാണോ? അല്ലല്ലോ. ശപോപജീവികൾ എന്ന് പറഞ്ഞാൽ എന്താ? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളല്ലേ ശപോപജയ ജീവികൾ. അതുകൊണ്ട് തന്നെ ഇത് നിയോട്രിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ, പിന്നെ കൂണുകൾ, ഇവയെല്ലാം ശപോപജയ ജീവികൾക്ക് ഉദാഹരണമാണ്. കൂണുകൾ പൂപ്പൽ വർഗ്ഗത്തിൽ പെട്ടവയാണ്. ഇതെല്ലാം സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്നവയാണ്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. ശ്വസന വേരുകളുള്ള സസ്യം. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ശ്വസന വേരുകളുള്ള സസ്യം. ഓപ്ഷൻ എ കണ്ടൽ ചെടി, ബി സ്ട്രോബെറി, സി കുരുമുളക്, ഡി ആറ്റുകൈത. കണ്ടൽ ചെടി, സ്ട്രോബെറി, കുരുമുളക്, ആറ്റുകൈത. ഉത്തരമേതാണ്? കണ്ടൽ ചെടി. 11ാമത്തെ അവസാനത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്നവയിൽ ഒരേ കൂട്ടം വരുന്നവയെ തിരഞ്ഞെടുക്കുക. കുറേ വേരുകളല്ല, കുറേ ഭൂകാണ്ഡങ്ങളും വേരുകളും കൂടിയുള്ള മിക്സാണ്. നമുക്കൊന്ന് നോക്കാം. മരച്ചീനി, ബീട്രൂട്ട്, വാഴ, ഇഞ്ചി. ഓപ്ഷൻ ബി മരച്ചീനി, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്, ശതാവരി. ഓപ്ഷൻ സി മരച്ചീനി, മധുരക്കിഴങ്ങ്, ശതാവരി, സവാള. ഓപ്ഷൻ ഡി മരച്ചീനി, ബീട്രൂട്ട്, ശതാവരി, ഇഞ്ചി. ഇതിൽ ശരിയായ ഓപ്ഷൻ ഏത്? തിരഞ്ഞെടുക്കുക. ശരിയായ കൂട്ടമുള്ളത് ഏത്? ഓക്കെ, ഇനി ഇതിനകത്ത് ശരിയായ കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരച്ചീനി, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്, ശതാവരി. ഇതാണ്. അതായത് ഇവയെല്ലാം സംഭരണ വേരുകളാണ്. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക. മരച്ചീനി, ബീട്രൂട്ട് സംഭരണ വേരുകളാണ്. വാഴയും ഇഞ്ചിയും ഏതാണ്? ഭൂകാണ്ഡങ്ങളാണ്. എന്നാൽ ഓപ്ഷൻ സി മരച്ചീനി, മധുരക്കിഴങ്ങും സംഭരണ വേരുകളാണ്. ശതാവരി സംഭരണ വേരാണ്. പക്ഷെ സവാള ഭൂകാണ്ഡമാണ്. എന്നാൽ ഓപ്ഷൻ ഡി മരച്ചീനി സംഭരണ വേരാണ്. ബീട്രൂട്ട് സംഭരണ വേരാണ്. ശതാവരി സംഭരണ വേരാണ്. എന്നാൽ ഇഞ്ചി എന്താണ്? അത് ഭൂകാണ്ഡമാണ്. ഓക്കെ, താങ്ക് യു.